എന്തിനാ പാട്ട് ഓഫാക്കിയേ? ആഹാ, ജോകുട്ടൻ ഉറങ്ങിയില്ലായിരുന്നു ഇതുവരെ. ഞാൻ വിചാരിച്ചു മോൻ ഉറങ്ങിയെന്ന്. സമയം 10 കഴിഞ്ഞു കേട്ടോ. 10 ആയാലെന്ത് 11 ആയാലെന്ത്, എനിക്ക് എല്ലാ സമയവും ഒരുപോലെയല്ലേ. ആ പാട്ട് ഒന്നുകൂടെ വെക്കണ്ടേ മേരിയമ്മേ? പാട്ടും മേളമൊക്കെ ഇനി നാളെ. ജോകുട്ടൻ എന്തിനാ എപ്പോഴും ഈ പാട്ട് മാത്രം കേൾക്കുന്നേ? മരണം കാത്തു കിടക്കുന്നവനെ കേൾക്കാൻ ഇതിന് നല്ല പാട്ടുണ്ടോ എന്റെ മേരിയമ്മേ? ഓഹോ, അങ്ങനെയാണോ? ഇനി ഈ പാട്ട് കുഞ്ഞ് കേൾക്കുന്ന ഞാനൊന്ന് കാണട്ടെ. ജെയ്സൺ വരുമ്പോഴേ ഈ കുന്ത്രാണ്ട് എടുത്തോണ്ട് ഞാൻ അപ്പുറത്തെ റൂമിലെങ്ങാനും കൊണ്ട് വെക്കാൻ പോവാ. ഒരു നശിച്ച പാട്ട്. ഈ മേരിയമ്മേന്റെ ഒരു കാര്യം. ആ കാര്യം തന്നെയാ പറഞ്ഞത്. അവസാനം ഡോക്ടർ വന്നപ്പോൾ എന്താ കുഞ്ഞെ പറഞ്ഞേ? മരുന്നുകളൊക്കെ ശരീരത്തിനോട് പ്രതികരിച്ചു തുടങ്ങിയെന്നല്ലേ? എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് നീ നടക്കും. നടക്കുമല്ല, എന്റെ പൊന്നുമോൻ ഓടും. അതുകൊണ്ട് ഈ നിരാശപ്പാട്ടൊക്കെ മാറ്റി നല്ല ക്രിസ്തീയ ഗാനങ്ങൾ അങ്ങോട്ട് കേട്ടെ. ഞാൻ നടക്കുമെന്ന് ഇപ്പോഴും പ്രതീക്ഷ വയ്ക്കുന്നത് മേരിയമ്മ മാത്രമാണ് കേട്ടോ. എന്റെ പ്രതീക്ഷയ്ക്ക് എന്നേ പോയി. അതുപോട്ടെ, ജെയ്സൺ ചേട്ടായി ഇന്നും കണ്ടില്ലല്ലോ. നിന്റെ ചേട്ടന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. മിനിഞ്ഞാന്ന് മുതൽ ഞാൻ ഫോൺ ചെയ്യുക, എങ്കിലൊന്ന് തിരിച്ചു വിളിക്കുക. എവിടെ? എന്തായാലും വരുന്നുണ്ടെന്ന് പറഞ്ഞ് 1 മണിക്കൂർ മുമ്പേ വിളിച്ചു. ഞാനും അവന് വേണ്ടി തന്നെയാ കാത്തിരിക്കുന്നത്. അവിടെ അച്ചായനാണെങ്കിൽ പുകില് തുടങ്ങി. ഇന്ന് രാത്രിയിലെങ്കിലും ചെന്നില്ലെങ്കിൽ എന്റെ കാര്യം കഴിഞ്ഞു. എന്നെ കൊണ്ട് ആർക്കൊക്കെയാ ബുദ്ധിമുട്ട്. ഒരു കാര്യം ചെയ്യേ, മേരിയമ്മ വീട്ടിൽ പൊക്കോ. ചേട്ടായി ഇപ്പൊ ഓരോന്നല്ലേ പറഞ്ഞേക്കുന്നേ. ബുദ്ധിമുട്ടോ? ആർക്ക് ബുദ്ധിമുട്ടോ? മരണക്കിടക്കയിൽ വെച്ച് നിന്റെ അമ്മ, എന്റെ റോസക്കൊച്ചമ്മ, നിങ്ങളെ 2 പേരെയും എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. നിന്റെ അമ്മയ്ക്ക് ഞാനൊരു അയൽക്കാരിയും വേലക്കാരിയും മാത്രമല്ലായിരുന്നു, ഒരു അനീതിയും കൂടിയായിരുന്നു. അറിയാമോ നിനക്കത്? അയ്യോ എന്റെ മേരിയമ്മേ, എനിക്കറിയാമേ. പഴങ്കഥയുടെ കെട്ട് ഇനി അഴിക്കണോ? എനിക്കറിയാം. നീ ഇതല്ല ഇതിന്റെ അപ്പുറം പറയും. ചേട്ടൻ ഇപ്പൊ എന്താ പറ്റിയത്? പകൽ സമയത്തൊക്കെ എന്റെ അടുത്ത് വന്നിട്ട് എത്ര നാളായെന്നറിയാമോ? രാത്രി വന്നാല് ശരിക്കും മദ്യവെച്ചിട്ടാ വരുന്നേ. മേരിയമ്മ ഇതൊന്നും കാണുന്നില്ലേ? കാണാതിരിക്കാനും അറിയാതിരിക്കാനും ഞാനങ്ങ് ദൂരെയൊന്നും അല്ലല്ലോ എന്റെ ജോക്കുട്ടാ. ഡെയ്സി കൊച്ചും പിള്ളേരും അവനെ ഇട്ടച്ചു പോയപ്പോഴും ഇത്രയൊന്നും വിഷയം ഉണ്ടായിരുന്നു. മദ്യപിക്കുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. ഇടയ്ക്ക് ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഡെയ്സി ചേച്ചിയും പിള്ളേരും തിരിച്ചു വന്നിരുന്നെങ്കിലെന്ന്. നമ്മൾ ആഗ്രഹിച്ചിട്ട് എന്താ മോനെ? ജെയ്സന്റെ സ്വഭാവം ഓരോ ദിവസം കഴിയുന്തോറും മാറി വരുക. അവന്റെ കോലം തന്നെ ഇപ്പോൾ കണ്ടില്ലേ? അവൻ പ്രാർത്ഥിക്കാം, നമുക്കല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? അയ്യോ, സമയം കുറെ ആയി കേട്ടോ. മോൻ ഉറങ്ങിക്കോ. മേരിയമ്മയ്ക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. അപ്പോഴത്തേക്കും ജെയ്സനും ഇങ്ങി വരും. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാമേ. മോൻ പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങിക്കോ. ആഹാ, ജെയ്സൺ വന്നോ? ജോക്കുട്ടൻ ഉറങ്ങിയെന്ന് തോന്നുന്നു. ചേട്ടനെ അന്വേഷിച്ചുകൊണ്ടിരിക്കായിരുന്നു ഇത്രയും നേരം. എന്നാൽ എന്ത് പോക്കാ എന്റെ കുഞ്ഞെ ഇത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, പഴയതുപോലെ അല്ല. എനിക്ക് രാത്രിയിൽ ഇവിടെ വന്ന് കൂട്ട് കിടക്കാൻ പറ്റില്ല. അച്ചായനും പ്രായമായി വരികയല്ലേ. പകൽ എവിടെ വേണമെങ്കിലും പോക്കോ. രാത്രിയിൽ പക്ഷെ നേരത്തെ തന്നെ എത്താൻ നോക്കണേ. ഇന്നലെ എത്താൻ പറ്റിയില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ കുഞ്ഞെ? ഈ തളർന്നു കിടക്കുന്ന കുഞ്ഞിനെ ഒറ്റയ്ക്ക് കിടത്താൻ പറ്റുമോ? എന്റെ മേരിയമ്മ, ഞാനിപ്പോ വന്നില്ലേ, നിങ്ങൾ പോക്കോ. എനിക്ക് സൗകര്യം എന്താ? എന്ത് കൂടിയാണ് കുഞ്ഞ ഇത്? ജോക്കുട്ടൻ ഇന്നും കുറെ വിഷമം പറഞ്ഞു. അവന്റെ കാര്യത്തിൽ ഡോക്ടർ എന്താണ് അവസാനം പറഞ്ഞതെന്ന് ജെയ്സൺ അറിയാലോ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഞാനിപ്പോ വന്നില്ലേ, അവന് മരുന്നും ഫുഡും ഒക്കെ നിങ്ങൾ കൊടുത്തില്ലേ? ഒന്ന് ഇവിടെ നിന്ന് പോയിത്താ. അല്ല, പറയുന്ന കൂടപ്പിറപ്പിനില്ലാത്ത ആദ്യം എന്തിനാ എനിക്ക്? എന്തായാലും കുഞ്ഞിന്റെ അമ്മയുള്ള കാലം മുതലേ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നതാ. ഇങ്ങനെയാണെങ്കിൽ എത്ര നാൾ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഞാൻ പോയിട്ട് നാളെ വരാം. ആ മെയിൻഡോറിന്റെ കുറ്റിയിടാൻ മറക്കരുതേ. സമയമായി സോദരന്റെ രക്തത്തിനായി വാഞ്ചിക്കും മനസ്സിനെ
ഉത്തേജിപ്പിക്കാം. ആദാമിൽ പാകിയ പാപപ്രേരണയിൽ വിത്തുകൾ മുളയ്ക്കും നിലമൊരുങ്ങിക്കഴിഞ്ഞു. കൂട്ടരേ, കുരുതിക്കു സമയമാ. എൻ മനമേ, എഴുന്നേൽക്കൂ. കായേൻ നിന്നെ വിളിക്കുന്നു. അവന്റെ കൊലപാതക ശ്രേണിയിലേക്ക് നിനക്ക് സുസ്വാഗതം. മുൻപും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലഹരി അത് ആസ്വദിക്കുവാനുള്ളതാണ്. ആസ്വാദനത്തിന്റെ ഒരറ്റത്ത് ആരെ കൊല്ലുവാനും നിനക്കിത് ശക്തി പകരും. എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. മനമേ, നീ തളർന്നുവോ? ഒരു മനക്ലേശവും നിന്നിൽ നിന്നുണ്ടാകുവാൻ പാടില്ല. നീ ഇന്ന് മനസ്സിലുറപ്പിച്ച കാര്യം, ഈ കുരുതി ഇന്നിവിടെ നടക്കണം. ഇപ്പോൾ നിനക്ക് എന്തും ചെയ്യുവാൻ സാധിക്കും. സംശയത്തിലാണോ? സംശയത്താൽ ഉഴലും മനസ്സിനെ കടിഞ്ഞാനിടാൻ ഇനിയും ലഹരി വേണം. ആസ്വദിക്കുക, മതിവരുവോളം ആസ്വദിക്കുക. ഇതിലും നല്ല അവസരം നിനക്കിനി ലഭിക്കാനില്ല. കൊന്നുകളഞ്ഞേക്ക്, കൊന്നുകളഞ്ഞേക്ക്, കൊന്നുകളഞ്ഞേക്ക്. കൂട്ടരേ, അവൻ വന്നു നമ്മുടെ പദ്ധതികൾ തകർക്കുവാനായി. അവൻ വന്നു. അനുവദിക്കരുത്, അനുവദിക്കരുത്. മനമേ, അരുത്. നീ ഇപ്പോൾ ചെയ്യുന്നതും ചിന്തിക്കുന്നതും തെറ്റ്. അചഞ്ചലമായ മനസ്സിനെ ചഞ്ചലമാക്കുവാൻ ശീലിക്കണം. കുറച്ച് ആത്മസംയമനം പാലിക്കൂ. ഇപ്പോൾ നിന്നിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് നീയല്ല, മറിച്ച് ലഹരിയാണ്. അതിനെ ജയിക്കുവാൻ നിനക്ക് കഴിയണം. ചിന്തകൾ മാറ്റണമത്രേ. എന്ത് ചിന്ത? നിന്റെ സഹോദരന്റെ ജീവൻ എടുക്കുകയല്ലാതെ മറ്റെന്താണ് ഈ ഭൂമിയിൽ നിനക്കുള്ള മാർഗം? മാർഗം തെളിയും. ലഹരിയെ വെടിഞ്ഞ് ഈ ദുഷ്ടചിന്തയിൽ നിന്ന് പിൻവാങ്ങൂ. സ്വസ്ഥമായി ചിന്തിക്കൂ. പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ വിടരുന്നത് നിനക്ക് ദർശിക്കാം. നീ പിൻവാങ്ങണം പോലും. ഈ കാണുന്നതൊക്കെ സകല സ്വത്തുക്കളും വിറ്റുതുളച്ചു. ഇനി ഈ ഭൂമിയിൽ നിനക്ക് എന്തുണ്ട്? നിനക്ക് ജീവിക്കണമെങ്കിൽ ഭൂമിക്കൊരു ഭാരമായി, നിനക്കൊരു ഭാരമായി കിടക്കുന്ന നിന്റെ അനിയൻ മരിക്കണമെങ്കിൽ നീ അവനെ കൊല്ലണം. മനമേ, ഇവനെ കൊന്നാൽ, ഇവന്റെ സ്വത്തുക്കൾ ലഭിച്ചാൽ നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരുമോ? തീരില്ല. നീ പാപത്തിന്റെ പടുകുഴിയിൽ വീണുപോകും. ജയിലരികൾ നിനക്കായി തുറക്കുന്ന ശബ്ദം നീ ശ്രവിക്കും. ഒരു ജയിലും നിനക്കായി കാത്തിരിക്കുന്നില്ല. വർഷങ്ങളായി മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന നിന്റെ സഹോദരൻ മരിച്ചാൽ അതൊരു സ്വാഭാവിക മരണമായി ലോകം കണക്കാക്കിക്കൊള്ളും. അല്ലെങ്കിൽ അതിനെ ഒരു സ്വാഭാവിക മരണമായി നമ്മളങ്ങ് മാറ്റും. ഞാൻ വീണ്ടും നിന്നോട് പറയുന്നു, ഇപ്പോൾ നീ ചിന്തിക്കുന്നത് തെറ്റ്. ലഹരിയുടെ അതിപ്രേരണയാൽ നിന്റെ ചിന്തകൾ ഭ്രാന്തമായിരിക്കുന്നു. ഭ്രാന്തമായ ചിന്തകൾ പോലും നിന്റെ സഹോദരന്റെ പേരിലുള്ള സ്വത്തുക്കൾ ലഭിക്കാതെ നിനക്കിനി എത്ര നാൾ പിടിച്ചു നിൽക്കുവാൻ സാധിക്കും? ഇവനെ കൊല്ലുകയല്ലാതെ നിന്റെ മുമ്പിൽ വേറെ മാർഗമില്ല. നിനക്ക് നീ മാത്രമേ ഉള്ളൂ. കൊന്നുകളഞ്ഞേക്ക്, കൊന്നുകളഞ്ഞേക്ക്, കൊന്നുകളഞ്ഞേക്ക്. മനമേ, 10 വർഷം മുൻപുണ്ടായ അപകടത്തിൽ നിന്റെ അപ്പന്റെയും അമ്മയുടെയും ജീവൻ നഷ്ടപ്പെട്ടപ്പോഴും ഭൂമിയിൽ നിന്റെ അനിയന്റെ ജീവൻ മാത്രം ദൈവം മാറ്റിവെച്ചു. ആ ജീവനെ എടുക്കുവാൻ നിനക്ക് അധികാരമില്ല. അതിനായി നീ ഒരിക്കലും ശ്രമിക്കരുത്. അവൻ നിന്റെ കൈകളാൽ കൊല്ലപ്പെടണമെന്നുള്ളത് അവന്റെ വിധിയാണ്. അവൻ മരിക്കണമെന്ന് പലതവണ നീ ആഗ്രഹിച്ചതല്ലേ? ഈ ചലനമറ്റ ശരീരം
ഇങ്ങനെ ഈ കട്ടിലിൽ നിവർന്നു കിടക്കുന്നത് നിനക്ക് ഭാരമല്ലേ? ഇത് വിധിക്ക് വിട്ടുകൊടുക്കാതെ നീ തന്നെ അങ്ങ് തീർത്തേക്ക്. നീ എന്തിനിങ്ങനെ സത്യത്തെ മറയ്ക്കുവാൻ ശ്രമിക്കുന്നു? നിന്റെ സഹോദരൻ മെഡിസിനോട് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. അവസാന മാസത്തെ ചെക്കപ്പിൽ ഡോക്ടർ പറഞ്ഞത് നീ ബോധപൂർവ്വം മറക്കുന്നു. അതെ, അതാണ് വിഷയം. അവൻ മെഡിസിനോട് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനിയും പതുക്കെ അവന്റെ കൈകാലുകളിൽ ജീവൻ വെക്കും. അവൻ എഴുന്നേറ്റ് നേരെ നിൽക്കും. നീ നശിപ്പിച്ചത് അവന്റെ മുതലുകൾ കൂടിയല്ലേ? ചോദ്യശരങ്ങൾ ഓരോന്നായി അവൻ നിന്നോട് ഉന്നയിക്കും. നീ ഇനിയും ഈ ദുഷ്ടചിന്തയെ മനസ്സിലിട്ട് താലോലിക്കരുത്. നിന്റെ ചോരയാണ് ഈ കിടക്കുന്നത്. പാടില്ല, പാടില്ല. ഭൂമിയിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തത്തിന്റെ ശബ്ദം ദൈവത്തോട് നിലവിളിക്കും. അരുത്, അരുത്, അരുത്. എന്ത് നിലവിളി? ഏത് ദൈവം? ഇവനെ നീ ഇന്ന് കൊന്നില്ലെങ്കിൽ നീ നിലവിളിക്കും. കടക്കാരുടെയും വട്ടിപ്പലിശക്കാരന്റെയും നാട്ടുകാരുടെയും ഇടയിൽ കടന്ന് നീ നിലവിളിക്കും. വാ കൊല്ല്, 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 വാ കൊല്ല്. കുരുതിക്ക് കളമൊരുങ്ങി ഈ ചലനമില്ലാ ശരീരം വിട്ട് ആത്മാവ് പുറത്തേക്ക് വരുവാൻ നമ്മൾ കൊള്ളുന്നു. മനത്തു പതറാതെ, കരവലം ചോരാതെ, കൈകൾ വിറയ്ക്കാതെ, നെഞ്ചകം വിങ്ങാതെ, കൈവത്തയാ, കൈവത്തയാ, അമർത്തി ജീവനെടുക്ക്, അമർത്തി ജീവനെടുക്ക്, അമർത്തി ജീവനെടുക്ക്. നിനക്ക് അവനെ കൊല്ലുവാൻ സാധിക്കുകയില്ല. സ്വന്തമെന്ന് പറയുവാൻ ഇനിയും ഈ ലോകത്ത് ഇവൻ മാത്രമേ നിനക്കുള്ളൂ. നിന്റെ അപ്പനും അമ്മയും പോയില്ലേ? നിന്റെ ഭാര്യയും മക്കളും പോയില്ലേ? ഇവനെയും കൂടെ ഇനിയും നിനക്ക് നഷ്ടപ്പെടുത്തണോ? നിന്നെ കൊണ്ട് ഇവനെ കൊല്ലുവാൻ സാധിക്കുകയില്ല. 10 വയസ്സിന് നിന്നേക്കാൾ ഇളയതാണിവൻ. അവനെ കുഞ്ഞിലെ എടുത്തുകൊണ്ട് നടന്നതും അവന്റെ കൂടെ കളിച്ചതും ചിരിച്ചതുമെല്ലാം മറന്ന് നിനക്കിവനെ കൊല്ലുവാൻ സാധിക്കുമോ? അരുത്, നിന്റെ സഹോദരനാണ്. കൊല്ലരുത്. ലഹരിയുടെ ആസക്തിയിൽ നിന്നും നീ പുറത്തു വരും. പാപഭാരത്താൽ നീ നീറിപ്പുകയും. പരീക്ഷണങ്ങൾ അവസാനിക്കാതെ നിന്റെ ജീവിതം ഒടുങ്ങും. ചലനശേഷിയറ്റവൻ നിന്റെ അനിയൻ. അവനെ നീ കൊല്ലരുത്. അവന്റെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതിയെ നീ തകർക്കരുത്. നിന്റെ കൈകളാൽ താലോലിക്കപ്പെട്ടവൻ നിന്റെ കൈകളാൽ മരിക്കുവാൻ പാടില്ല. കായന്റെ ഗതി നിനക്കുണ്ടാകുവാൻ പാടില്ല. കൂട്ടരെ, ക്ഷണികം ഈ തോൽവി. ആത്യന്തികമായി ഇവനുമേൽ ജയം നമുക്ക് നേടണം. വരുവിൻ. ഇപ്പോഴും നിന്റെ അനിയനെ നീ സ്നേഹിക്കുന്നു. ഒരു ലഹരിക്കും ആ സ്നേഹത്തെ മറികടന്ന് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. നിന്റെ പുനർചിന്തകൾ ദൈവമഹത്വം കാണുവാനിടയാക്കും. എങ്കിലാ ദൈവത്തോട് പറ, ഈ കുരുക്കിൽ നിന്ന് പുറത്തു കിടക്കാൻ നിനക്കൊരു വഴിയൊരുക്കാൻ. വക്കീല് പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലെന്നോ? 1ഉം 2ഉമല്ല, കോടികളാണ്, കോടികൾ. എങ്ങനെ കൊടുത്ത് തീർക്കും നീ? മനസ്സിനെ ശാന്തമാക്കി നീ ഉറങ്ങുവാൻ ശ്രമിക്കൂ. രാവിലെ എഴുന്നേൽക്കൂ. ലഹരിയില്ലാത്ത ശരീരത്തിന് മാത്രമേ ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കൂ. സമയമേറെ അതിക്രമിച്ചു. കൂടുതൽ ചിന്തകൾ നിന്നെ ദുർബലപ്പെടുത്തും. വേഗം, വേഗം. ഇവന്റെ മരണത്തിന് നീ ഹേതുവായാൽ ആരോടൊക്കെ നീ മറുപടി പറയേണ്ടി വരും? നിന്നെയും ജോക്കുട്ടനെയും സ്വന്തം മക്കളെ എന്ന പോലെ സ്നേഹിക്കുന്ന മേരിയമ്മയോട് എന്തു പറയും നീ? സ്വർഗത്തോടും ദൈവത്തോടും മാപ്പിരക്കേണ്ടി വരും നിനക്ക്. മേരിയമ്മ അവളൊരു വേലക്കാരി മാത്രം. അവളോട് മറുപടി പറയേണ്ട ആവശ്യം എന്തിരിക്കുന്നു? കൊന്നു കളഞ്ഞേക്ക്. ഈ നീതിക്ക് നിരക്കാത്ത ചിന്തകൾ ദൈവാത്മാവിന്റേതല്ല. അത് തന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഈ മദ്യലഹരിയുടെ ബലം ഈ കുരുതി നടത്തുവാൻ നിനക്ക് ബലം പകരുന്നില്ല. ആ ഉന്മാദിനിയെ നിന്റെ കീശയിൽ നിന്നും എടുത്ത് ആസ്വദിക്കുവാൻ സമയമായി. അവ നിന്റെ ബോധമണ്ഡലങ്ങളെ ഉത്തേജിപ്പിക്കും. നിന്റെ കരങ്ങൾക്ക് കൂടുതൽ ശക്തി പകരും. വേഗം അനുഭവിക്ക്. ഇരുട്ടിന്റെ സന്തതിയെ നിനക്ക് നരകത്തിലേക്ക് സ്വാഗതം. ഇരുട്ടിന്റെ സന്തതിയെ നിനക്ക് നരകത്തിലേക്ക് സ്വാഗതം. അരുത്, നീ ഇത് ഉപയോഗിക്കരുത്. നിന്റെ മനസ്സിന്റെ നിയന്ത്രണം കൈവിട്ടു പോകും. നിന്റെ നെഞ്ചമിടറാതിരിക്കുവാൻ, കൈവിറയ്ക്കാതിരിക്കുവാൻ ഈ ലഹരി നിന്നെ സഹായിക്കും. ആസ്വദിക്ക്,
മതി വരുവോളം ആസ്വദിക്ക്. ഇതാണ് സമയം. മരണത്തിന്റെ കാഹളധ്വനി മുഴങ്ങിക്കഴിഞ്ഞു. ഇരുട്ടിന്റെ സന്തതിയെ കൊല്ലവനെ, പാപത്തിന്റെ സന്തതിയെ കൊല്ലവനെ. ലഹരിയിൽ ഒരു കുരുതി എന്ന് നടമാടുന്നു. സോദരന്റെ രക്തമിന്ന് ചീന്തിയിടുന്നു. കായേലിൻ പിൻതലമുറയിൽ ഒരുവൻ കൂടി സോദരന്റെ രക്തമിന്ന് വായ് തുറന്നു സ്വീകരിച്ച ദുഷ്ടസന്തതി, ദുഷ്ടസന്തതി, ദുഷ്ടസന്തതി. ലഹരി മൂലം കേരളത്തിൽ ഒരു കൊലപാതകം കൂടി. ലഹരിക്ക് അടിമപ്പെട്ട് 10 വർഷമായി തളർന്നു കിടന്ന സഹോദരനെ ശ്വാസം മുട്ടിച്ചു കൊന്നു. ഇന്നലെ രാത്രിയിൽ പാലയിലാണ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകം നടന്നത്. 10 വർഷം മുൻപുണ്ടായ കാർ അപകടത്തിൽപ്പെട്ട് തളർന്നു കിടന്ന ജോമോനെയാണ് സ്വന്തം ചേട്ടൻ ലഹരിക്ക് അടിമപ്പെട്ട് ശ്വാസം മുട്ടിച്ചു കൊന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി ഞങ്ങളുടെ റിപ്പോർട്ടർ അരുൺ ഗോപകുമാർ ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്നു. വീണ്ടും കേരള മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ലഹരിയുടെ മറവിൽ ഒരു കൊലപാതകം കൂടി. ബിസിനസ്സുകാരനായ ജെയ്സനാണ് തന്റെ സഹോദരനെ ദാരുണമായി ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തിയ ആളെ കസ്റ്റഡി എടുക്കുമ്പോൾ തീർത്തും അബോധാവസ്ഥയിലായിരുന്നു ജെയ്സൺ തന്നെയാണ് കൃത്യം നടത്തിയെന്ന് പോലീസിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ജോമോനെ പരിചരിക്കുന്ന മേരിക്കുട്ടി എന്ന സ്ത്രീയാണ് പോലീസിനെ വിവരം അറിയിച്ചത്. എന്തായാലും കേരള സർക്കാരിന് തുടരെ ലഹരി ആസക്തിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ സാധിക്കുന്നതല്ല. കേരളത്തിൽ ലഹരി ഇത്രമാത്രം സുലഭമായി ലഭിക്കുന്നത് എങ്ങനെയെന്ന് ഗവൺമെന്റ് ഉത്തരം പറഞ്ഞേ മതിയാകൂ. മലയാളം വിഷനു വേണ്ടി പാലയിലെ മാളിയക്കൽ വീട്ടിൽ നിന്നും അരുൺ ഗോപകുമാർ. മദ്യവും മയക്കുമരുന്നും യുവതലമുറയുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന അതിദയനീയമായ കാഴ്ചകൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. തൃശൂർ വടന്തരപ്പള്ളിയിൽ ജ്യേഷ്ഠൻ അനിയനെ ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. ഇന്നലെ അർദ്ധരാത്രിയാണ് നബീൽ 9 വയസ്സുള്ള സഹോദരനെ കുത്തി കൊലപ്പെടുത്തിയത്. കോയമ്പത്തൂരിൽ മൈക്രോബയോളജി വിദ്യാർത്ഥിയാണ് നബീൽ. ഏറെ നാളായി ഇയാൾ ഇക്കാലത്ത് ലഹരി മൂലം തിന്മയ്ക്ക് സാധിക്കുന്നു. അതിന്റെ അനന്തരഫലങ്ങൾ മനുഷ്യരിൽ വന്നു ചേരുമ്പോൾ ഒരു മൂകസാക്ഷിയായി നിൽക്കുവാൻ മാത്രമേ നമ്മുടെ ധാർമ്മിക ചിന്തകൾക്ക് സാധിക്കുന്നുള്ളൂ. ഒരു നിശബ്ദ സാക്ഷിയായി ഞാൻ പറഞ്ഞത് നീ കേട്ടിരുന്നുവെങ്കിലെന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നന്മ തേങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും. ഇന്ന് മാളിയേക്കൽ വീട്ടിൽ സംഭവിച്ചത് നാളെ നമ്മുടെ വീടുകളിലും സംഭവിക്കാതിരിക്കട്ടെ. ലഹരി വിമുക്തമായ ഒരു തലമുറയ്ക്കായി നമുക്കും കൈകോർക്കാം.